നമസ്കാരം. കുറച്ചു നാളായി നമ്മളിങ്ങനെ ഈ സ്ക്രീനിൽ മുഖാമുഖം കണ്ടിട്ട് അല്ലേ? ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ അല്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാലം എനിക്കും ഏറെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആവേശമുള്ള ഒരു കാലഘട്ടമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗവാക്കാകാതെ തന്നെ അല്ലെങ്കിൽ പ്രതിനിധി ആകാതെ തന്നെ എൻ്റെ നാടിൻ്റെ വികസന പരിപ്രേക്ഷ്യത്തിൽ അതിസൂക്ഷ്മമായി ഇടപെടാൻ കഴിയുന്ന, ഈ നാടിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആരാണ് നേതൃത്വം വഹിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാകാൻ കഴിയുന്നു എന്ന ആത്മസംതൃപ്തിയാണ് അതിൻ്റെ പ്രധാന കാരണം. കഴിഞ്ഞ 25 വർഷമായി മാധ്യമരംഗത്ത് എത്തിയിട്ട്, കൃത്യമായി പറഞ്ഞാൽ 2000 ആണ്ടിലെ നവംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കാലം. അന്നാണ് ഈ പറയുന്ന ബഹളങ്ങളുടെ നടുവിലേക്ക് ആദ്യമായി ഞാൻ എത്തപ്പെടുന്നത്. അവിടെ നിന്നിങ്ങോട്ട് ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഏകദേശം 20ലധികം തിരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അത് മാധ്യമ പ്രവർത്തകൻ എന്ന പേരിലും, മറ്റു ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡോക്യുമെന്റേഷൻ ടീം അംഗം എന്ന പേരിലും ഒക്കെ ആയിരുന്നു. നാളിതുവരെ മാധ്യമ മേഖലയുടെ വ്യത്യസ്ത തലങ്ങളിൽ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളാവട്ടെ, അച്ചടി മാധ്യമങ്ങളാവട്ടെ, ഓൺലൈൻ ഇലക്ട്രോണിക് മാധ്യമങ്ങളാവട്ടെ, ഇവയുടെയൊക്കെ മാധ്യമ പ്രവർത്തനത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാർത്തയുമായി ബന്ധപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത്, എൻ്റെ നാടിൻ്റെ വാർത്തകളോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ്. പ്രാദേശിക വാർത്തകളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ പലർക്കും എന്നെ അറിയുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 3 വർഷക്കാലമായി ഞാൻ ഈ പ്രാദേശിക വാർത്താ മേഖലയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുകയായിരുന്നു. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമായുള്ള ചില ഒഫീഷ്യൽ നിയന്ത്രണങ്ങൾ ഉള്ളതിനാലും, വ്യക്തിപരമായി എനിക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നതിനാലുമാണ് പ്രാദേശിക വാർത്താ രംഗത്ത് നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്നത്. പക്ഷേ എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞു മാറി നിന്നാലും ഒരു തിരഞ്ഞെടുപ്പ് കാലം, അതും നേരത്തെ പറഞ്ഞതുപോലെ വൈകാരികമായി എനിക്ക് ഏറെ ഇഷ്ടമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം, സ്ഥാനാർത്ഥി കുപ്പായമണിഞ്ഞ ഒരുപാട് ചിരപരിചിതർ വാതിലിൽ വന്ന് മുട്ടി വിളിക്കുമ്പോൾ മഴ കൊണ്ട വിത്ത് പോലെ പൊട്ടിമുളക്കാതിരിക്കാനാകുന്നില്ല. അല്ലെങ്കിലും കാവിൽ കൊട്ടുമുറുകുമ്പോൾ ചോരയിൽ അത് അലിഞ്ഞുപോയ ഏത് കോമരത്തിനാണ്, ഏത് വെളിച്ചപ്പാടിനാണ് അടച്ചുപൂട്ടിയ വാതിലിനപ്പുറം അടങ്ങിയിരിക്കാനാവുക? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ പ്രാദേശികമായ തെരഞ്ഞെടുപ്പ് വാർത്താ വർത്തമാനങ്ങൾ അടങ്ങുന്ന JP ടോക്സ് എന്ന ഒരു ചെറിയ പരിപാടിയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരികയാണ്. വാഗ്ദാന പെരുമഴയും ആരോപണ പ്രത്യാരോപണങ്ങളുടെ മലവെള്ളപ്പാച്ചിലുമൊക്കെ വരാനിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചത് ആര് എന്ന് തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ഈ ഒരു മാമാങ്കത്തിന്റെ ഓരം ചേർന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനും നിങ്ങളോടൊപ്പം കൂടുകയാണ്. പരമാവധി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയുമേറിയ കുറച്ച് എപ്പിസോഡുകളാണ് നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥികളുമായുള്ള ചില ചർച്ചകളുണ്ട്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചർച്ചകളുണ്ട്, ഒപ്പം ഓരോ വാർഡുകളുടെയും വിശദമായ വിശകലനങ്ങൾ ചേർത്താണ് പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. ഇതൊക്കെ കാണാനും കൂടെ കൂടാനും താല്പര്യമുള്ളവർക്ക് ദാ ഈ കാണുന്ന ഫോളോ ബട്ടണോ മുകളിലുള്ള സബ്സ്ക്രൈബ് ബട്ടണോ ഒക്കെ ഒന്ന് അമർത്തിയാൽ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് അതൊക്കെ എത്തും എന്ന വിശ്വാസത്തിലാണ്. അപ്പോൾ ഓരോ എപ്പിസോഡുകളിലും തുടർച്ചയായി നമുക്ക് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം.